വെൽക്കം തഹമനാണ്. ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആന്റി ഓക്സിഡന്റ്. സോ ഇതാണ് നമ്മുടെ വീഡിയോയുടെ ഹെഡിങ്. സോ ഈ വീഡിയോയിൽ നമുക്ക് ഒറ്റ വീഡിയോ ആയിട്ട് പറയാൻ പറ്റില്ല. ആദ്യം നമുക്ക് ഫ്രീ റാഡിക്കൽസ് റിലേറ്റഡ് തിങ് പറയാം, ദെൻ ആന്റി ഓക്സിഡന്റ്സിനെ കുറിച്ച് പറയാം. സോ ഈ ടോപ്പിക്കിൽ നമുക്ക് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വാട്ട് ആർ ഫ്രീ റാഡിക്കൽസ്, എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് ആദ്യം പറയണം. സോ ടു ഡിഫൈൻ. സോ ഏതെല്ലാമാണ് ഈ ഫ്രീ റാഡിക്കൽസ്, അപ്പോൾ അതിന്റെ ഉദാഹരണങ്ങൾ, വിവിധ തരം ഫ്രീ റാഡിക്കൽസ് ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം പറയണം. ദെൻ മൂന്നാമത്തെ ഇത് എങ്ങനെ ഉണ്ടാകുന്നു, ഹൗ ദീസ് ആർ പ്രൊഡ്യൂസ്. സോ അവിടെ നമുക്കൊരു 10-12 കാരണങ്ങൾ നമുക്ക് പറയണം. ശരീരത്തിൽ ഇത് എന്ത് ഗുണമാണ് ഉണ്ടാക്കുന്നത്, എന്ത് ദോഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം നമ്മുടെ പ്രായമാവുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഹൈപ്പോത്തിസിസ് ഇതാണ്, ഫ്രീ റാഡിക്കൽസ് റിലേറ്റഡ് ഇഞ്ചുറീസ് കൂടുതലാവുന്നു, അപ്പോഴാണ് നമ്മൾ പ്രായമാകുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം. ദെൻ ഇത് മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ, ഡിസീസസ് അസോസിയേറ്റഡ് വിത്ത് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി നമുക്ക് പറയണം. ഓക്കെ, അപ്പോൾ ശരീരത്തിന് എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാവുന്നു തൊട്ട് ഇനിയും പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോ പറയാം. ദെൻ ഇവ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും, അപ്പോൾ മാർക്കേഴ്സ് വല്ലതും ഉണ്ടോ, അങ്ങനെ കുറിച്ചൊന്ന് പറയണം. ദെൻ ആന്റി ഓക്സിഡൻസിനെ കുറിച്ച് പറയാം. ശരീരത്തിൽ തന്നെയുള്ള ആന്റി ഓക്സിഡൻസ് ഏതൊക്കെയാണ്, ദെൻ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാവുന്ന ആന്റി ഓക്സിഡൻസ് അങ്ങനെയൊക്കെ നമ്മൾ ധാരാളം കഴിക്കുന്നുണ്ട്, അതൊക്കെ എന്തൊക്കെയാണ് എന്ന് പറയണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. സോ ആദ്യത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ വാട്ട് ആർ ഫ്രീ റാഡിക്കൽസ്, ഏതെല്ലാമാണ് എക്സാമ്പിൾസ്, ദെൻ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. സോ നമുക്ക് ആദ്യം ഒന്ന് ഡിഫൈൻ ചെയ്യാം. എനി കെമിക്കൽ സ്പീഷീസ് ഓർ മോളിക്യൂൾസ് ഓർ മോളിക്കുലാർ സ്പീഷീസ് വിച്ച് കണ്ടെയ്ൻ എ സിംഗിൾ, ഇമ്പോർട്ടന്റ് വാക്കാണ് സിംഗിൾ ഓർ അൺപെയർഡ്, പെയർഡ് അല്ലാത്ത എന്ത്, ഇലക്ട്രോൺ, എവിടെ, ഇൻ ദെയർ ഔട്ടർ മോസ്റ്റ്, ഏറ്റവും പുറത്തുള്ള ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉള്ള ആൾക്കാർ, ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് എന്തിന് ശേഷിയുണ്ട്, കേപ്പബിൾ ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് ആയിട്ട് കൂടി നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫ്രീ റാഡിക്കൽസ് എന്ന് വിളിക്കുക. സോ ഇതിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് ഡിഫൈൻ ചെയ്യുക. വേറൊരു പേരും കൂടി ഉണ്ട്, ഓക്സിഡൻസ് വിളിച്ചാൽ നമുക്ക് ഫ്രീ റാഡിക്കൽസ് അല്ലാത്ത ഇങ്ങനെയുള്ള ശേഷിയുള്ള കുറച്ച് ആൾക്കാരെയും കൂടി ഉൾപ്പെടുത്താം. സോ നമുക്ക് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തേക്ക് പോകാം. സ്കൂളിൽ നമ്മൾ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്. അതൊരു ന്യൂക്ലിയസ് ആണ്. അതിന് തൊട്ട് ചുറ്റും ഇങ്ങനെ ഒരു എസ് ഓർബിറ്റൽ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എസ് ഓർബിറ്റൽ എത്ര പേർക്ക് ഇരിക്കാം, 1 2 പേർക്ക് ഇരിക്കാം. സോ ഇവിടെ 2 പേരും ഉണ്ട്, ഹാപ്പിയാണ്, 2 പേര് ആൾക്കാരുണ്ട്, മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. ഇനി എന്റെ തൊട്ട് മുകളിൽ അടുത്തൊരു ഓർബിറ്റിൽ ഞാൻ വരയ്ക്കുകയാണ്, അതിനാണ് നമ്മൾ പി ഓർബിറ്റ്. സോ ഇത് എസ് ആണ്, എസ് പി ഓർബിറ്റിൽ നമുക്ക് എത്ര പേർക്ക് ഇരിക്കാം, 8 പേരുടെ കപ്പാസിറ്റി ഉണ്ട്. ഇപ്പോൾ 1 വരയ്ക്കാം, 2 3 4 5 6 7 പേരുണ്ട്. ഇവിടെ ഒരാളില്ല, ഒരാൾ വേക്കന്റ് ആണ്, കാലിയാണ്. സോ ദിസ് ഈസ് അൺഹാപ്പി. ഇതൊരു ഫ്രീ റാഡിക്കൽ ആണ്. സോ ദിസ് എ ഫ്രീ റാഡിക്കൽ, ഒരു സിംഗിൾ ഇലക്ട്രോൺസ് ഇവിടെ ഇല്ല. ഇതൊരാൾക്ക് കിട്ടിയേ പറ്റൂ, കിട്ടിയാലേ ഇവര് ഹാപ്പി ആവൂ. നമുക്കിനി ഓക്സിജൻ നോക്കാം. ഓക്സിജന്റെ ന്യൂക്ലിയസ് ഇതാണ്, അതിന് ചുറ്റും എസ് ഓർബിറ്റ്, ഇവിടെ ഒരാൾ. ഓക്കെ, 2 പേരായി, ഹാപ്പി ആണ്. ആൻഡ് ദിസ് ഇസ് പി ഓർബിറ്റൽ. ഓക്സിജന്റെ പി ഓർബിറ്റൽ എത്ര പേരാണ്, 6 പേരാണുള്ളത്. ഇവിടെ 2 ഇവിടെ 2 6 പേരാണുള്ളത്, 8 പേരില്ല. സോ 2 പേര് ചേർന്നിട്ട് 3 ഗ്രൂപ്പായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ വേറൊരു ഓക്സിജനും കൂടി ചേരുകയാണെങ്കിൽ, ഇതേപോലെ വേറൊരു ഓക്സിജനും കൂടി ചേരുകയാണെങ്കിൽ അവരുടെ ഇവന്റെ 2 മറ്റേ ആളുടെ 2 കൂടി ഇട്ടിട്ട് 8 ആക്കി അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകും. അത്യാവശ്യം ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒരു ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് നോക്കുകയാണെങ്കിൽ, സപ്പോസ് ദിസ് ഇസ് എൻ ഓക്സിജൻ ഫ്രീ റാഡിക്കൽ ആൻഡ് ദിസ് ഇസ് ന്യൂക്ലിയസ്, ദിസ് ഇസ് എസ്. ഇവിടെ ഞാൻ വരയ്ക്കുന്നില്ല. ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, പക്ഷെ ഇവിടെ 1 ഉള്ളൂ. ദാറ്റ് മീൻസ് ഇവിടെ ഒരാളില്ല, അവിടെ ഒരു ഇലക്ട്രോൺ ഇല്ല. അൺപെയർഡ് ഇലക്ട്രോൺ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. ഇവിടെ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഇരിക്കുന്നു. ഇവനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാൽ ഭയങ്കര ബോറടിക്കും. സോ ഒരാളെ കിട്ടിയേ പറ്റൂ, ഇവിടെ കൂട്ടിന് ഒരാളെ കിട്ടിയേ പറ്റൂ. സോ ഇവൻ വഴി കൂടി പോണ ആരെയും അറ്റാക്ക് ചെയ്യും, ഒരു ഇലക്ട്രോൺ കിട്ടണം, അതാണ് അവന്റെ ജീവിത ലക്ഷ്യം. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നവർക്ക് ഇതിന്റെ ഒരു ഇൻഹറന്റ് ടെൻഡൻസി ഉണ്ട്, സ്റ്റീൽ ഇലക്ട്രോൺസ് കട്ടെടുക്കുക, അടുത്ത് വരുന്ന ആരുടെയെങ്കിലും ഇലക്ട്രോൺസ് അടിച്ചു മാറ്റുക. ആൻഡ് ഇവൻ ആരെങ്കിലും ഇങ്ങനെ ഇലക്ട്രോൺ കൊടുത്തു കഴിഞ്ഞാൽ, സോ സപ്പോസ് ഇവിടെ ഒരാൾ വന്നു, ഇവിടെ എന്നാ പിടിച്ചോ എൻ്റെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്താൽ ഇവൻ ഹാപ്പിയാണ്. അതിനെ നമ്മൾ വിളിക്കുക എന്താണ്, അതിനെ നമ്മൾ ഓക്സിഡേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. സോ ഇവിടെ ഇവന് അപ്പോൾ ഓക്സിഡൈസ്ഡ് ആയി. സോ ദിസ് ഈസ് ഓക്സിഡൈസ്, അവന്റെ ഇലക്ട്രോൺ ഒരെണ്ണം പോയി. ഇനി ഇവനാണ് ഇലക്ട്രോൺ സ്വീകരിച്ച ആള്, ഇത് ഇലക്ട്രോൺ സ്വീകരിച്ചിരിക്കുകയാണല്ലേ, സ്വീകരിച്ചു, അപ്പൊ അവൻ റെഡ്യൂസ്ഡ് ആയി. സോ അതിന് നമ്മൾ റിഡക്ഷൻ എന്നാണ് പറയാ. സോ ഓക്സിഡേഷൻ നടക്കുന്നത് റിഡക്ഷൻ. സോ റിഡക്ഷൻ ഈസ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, ഓക്സിഡേഷൻ ഈസ് ലോസ് ഓഫ് ഇലക്ട്രോൺസ്. സ്കൂളിൽ പഠിച്ച കാര്യങ്ങളാണ്. സോ ഇതേപോലെ ഒരു ഓക്സിജൻ അടുത്ത് വന്നാൽ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ ഓൾറെഡി പറഞ്ഞു, ഷെയർ ബേസിസിൽ അങ്ങനെ സമാധാനമായിട്ടിരിക്കും. എന്റേതാണ് നിന്റേതാണ്, എന്റെയും നിന്റേതുമാണ്. നോർമൽ ഓക്സിജൻ ഇങ്ങനെയാണ് ഇരിക്കുക, 2 ഓക്സിജൻ അങ്ങനെയാണ് സാധാരണ ഇരിക്കുക. അതുകൊണ്ടാണ് ഓക്സിജൻ O2 ആയിട്ടിരിക്കുക, O1 അല്ല O2. സോ ഹാപ്പിയാണ്. സോ എവിടെയെങ്കിലും ഈ റിയാക്ഷൻസ് നടന്നാൽ അത് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്നാണ് പറയാ. റിഡക്ഷൻ ഉണ്ട്, ഓക്സിഡേഷൻ ഉണ്ട്. സെല്ലുലാർ റെസ്പിറേഷൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ. ഉദാഹരണം സെല്ലുലാർ റെസ്പിറേഷൻ.
റെസ്പിറേഷൻ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന റെസ്പിറേഷൻ. സോ നമ്മുടെ ശരീരത്തിൽ ധാരാളമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആണ്. ഓക്സിഡേഷൻ ഉണ്ട്, റിഡക്ഷൻ ഉണ്ട്. ഒരാൾ ഓക്സിഡൈസ്ഡ് ആകും, ഒരാൾ റെഡ്യൂസ്ഡ് ആകും. ഇത് നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ധാരാളം ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഇവിടെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഓഫ് ഫ്രീ റാഡിക്കൽസ്. ഒന്ന്, ദീസ് ആർ ഹൈലി റിയാക്റ്റീവ് ആണ്, ഭയങ്കര റിയാക്റ്റീവ് ആണ്. പുലിയല്ല, പുലിയാണ് റിയാക്റ്റീവ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇവയ്ക്ക് പുതിയ ഫ്രീ റാഡിക്കൽസ്, മോർ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഒരെണ്ണം ഉണ്ടായി കഴിഞ്ഞാൽ ദീസ് ആർ കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് ന്യൂവർ വൺസ്. സോ കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. മൂന്നാമത്തത്, കുറച്ചു നേരമേ നിലനിൽക്കൂ, ഷോർട്ട് ലൈഫ് സ്പാൻ. ദീസ് ഹാവ് ഓൺലി ഷോർട്ട് ലൈഫ് സ്പാൻ ഓർ അൾട്രാ ഷോർട്ട് ആക്ടിംഗ് ആണ് ഉണ്ടാകുന്നു, അപ്പൊ തന്നെ നശിച്ചു പോകും. ഇതൊക്കെ ആയിക്കോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദിസ് ലാസ്റ്റ് പ്രോപ്പർട്ടി, നാലാമത്തെ പ്രോപ്പർട്ടിയാണ് പ്രശ്നം. ഇതിന് നമുക്ക് പണി തരാൻ പറ്റും, എട്ടിന്റെ പണി തരാൻ പറ്റും. ദീസ് ക്യാൻ കോസ് ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ടിഷ്യൂ ഡാമേജ് ടു സെൽസിലുള്ള ബയോമോളിക്യൂൾസ്, അതിനകത്തുള്ള ടിഷ്യൂസിലുള്ള സംഭവങ്ങളൊക്കെ കയറി ഇവനെ ആക്രമിക്കും. സോ ദീസ് ആർ ടോക്സിക് കെമിക്കൽസ്. നമ്മുടെ ശരീരത്തിലെ സെല്ലുകളിലെ എല്ലാ സംഭവങ്ങളെയും ചിലപ്പോൾ ഇവൻ ആക്രമിച്ച് ആ സെല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് ദിസ് ഫ്രീ റാഡിക്കൽ. സോ 4 പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു. സോ അപ്പോൾ നമ്മൾ ഒരു ചോദ്യം ചോദിക്കും, ഇങ്ങനെ ഇത്രയും ഡാമേജിങ് ആയിട്ടുള്ള സാധനത്തിന് നമ്മുടെ ശരീരം എന്തിന് ഈ ടോക്സിക് കെമിക്കൽസ് ഉണ്ടാക്കണം? വൈ വി മേക്ക് ദീസ്? സോ അപ്പോൾ അതിന് ഉത്തരവുണ്ട്, നമുക്ക് പുറകെ ഉത്തരവുണ്ട്. അതൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ആരെല്ലാമാണ് ഈ കഥാപാത്രങ്ങളൊന്ന് പരിചയപ്പെടാം. നമുക്ക് ആരെല്ലാമാണ് ഫ്രീ റാഡിക്കൽസ്, ഓർ നമ്മൾ വേറെ പേര് പറഞ്ഞു ഓക്സിഡൻസ് ആരൊക്കെയാണ്? നമുക്ക് 2 സ്പീഷീസ് ആക്കാം, 2 തരം, 2 വർഗ്ഗങ്ങളാക്കാം. ഒന്ന് ഓക്സിജൻ റിലേറ്റഡ് ആണ്, ഓക്സിജനിൽ നിന്ന് ഉണ്ടാവുന്നത്. രണ്ടാമത്തെ നൈട്രജനിൽ നിന്ന് ഉണ്ടാവുന്നത്. സോ ഓക്സിജൻ റിലേറ്റഡ് ഫാമിലി, അത് നമ്മൾ വിളിക്കുക ROS. കേട്ടിട്ടുണ്ടാവും, ROS ഓർ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്നാണ് നമ്മൾ പറയാം. R ഫോർ റിയാക്റ്റീവ്, O ഫോർ ഓക്സിജൻ ആണ്, സ്പീഷീസ് ആണ്. ആൻഡ് ഈ ഗ്രൂപ്പിൽ ഫ്രീ റാഡിക്കൽസ് ഉള്ള ആൾക്കാരുണ്ട്, ഫ്രീ റാഡിക്കൽസ് അല്ലാത്തതും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഓക്സിഡൻസ് എന്ന് കൂടുതൽ വിളിക്കാൻ പറയുന്നത്, അതുകൊണ്ടാണ്. സോ ആദ്യത്തെ ആൾ, ദ ഫസ്റ്റ് വൺ ഈസ് സൂപ്പർ ഓക്സൈഡ് ആനയോൺ ആണ്. സൂപ്പർ ഓക്സൈഡ് ആനയോൺ ആണ് ഫസ്റ്റ് വൺ. നമ്മൾ എഴുതുക O2 എന്ന് എഴുതുക, എന്നിട്ടൊരു ആനയോണിന്റെ നെഗറ്റീവ് ചാർജ്, then ഒരു കുത്തിടുക, സൂപ്പർ സ്ക്രിപ്റ്റ് ഡോട്ട്. ഇതാണ് നമ്മൾ എഴുതുക. ഓക്സിജൻ സൂപ്പർ സ്ക്രിപ്റ്റ് ഡോട്ട്, നെഗറ്റീവ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ആനയോണുമായി. സോ ഒരു ഓക്സിജനിൽ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് സാധാരണ ഒരു ഓക്സിജൻ, പാവൻ ഓക്സിജൻ ആണ്, അതിലേക്ക് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ടൊന്ന് ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. 1 ഓക്സിജൻ ഈസ് ആഡഡ്. അപ്പൊ കിട്ടുന്നതാണ് നമ്മുടെ ഫ്രീ റാഡിക്കൽ, സൂപ്പർ ഓക്സൈഡ് ആനയോണായി. ദെൻ രണ്ടാമത്തെ ആള് ഹൈഡ്രോക്സി പെറോക്സി റാഡിക്കൽസ് ആണ്. ഹൈഡ്രോക്സി പെറോക്സി റാഡിക്കൽസ് എന്ന് പറയുമ്പോൾ ഹൈഡ്രോക്സി പെറോക്സി HO2 ഇങ്ങനെ എഴുതാം. നമുക്ക് വേണമെങ്കിൽ HOO എന്നിട്ടിട്ട് മൈനസ് എഴുതാം, അപ്പോഴും HO2 ആയി. മൂന്നാമത്തെ ആള് ഹൈഡ്രോക്സിൽ റാഡിക്കലാണ്, OH. ഇതെങ്ങനെ എഴുതാം, എവിടെയാണ് ഇടേണ്ടത്? ഓടെ അവിടെയാണ് ഇടേണ്ടത്, OH. സോ ഇത് ദീസ് 3 ഫ്രീ റാഡിക്കൽസ് ആണ് കേട്ടോ. ദെൻ ഫ്രീ റാഡിക്കൽസ് അല്ലാത്ത ആൾക്കാർ ഇതിനകത്ത് ആയിരിക്കാന്ന് വെച്ചാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. ദെൻ സിംഗ്ലറ്റ് ഓക്സിജൻ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, സിംഗ്ലറ്റ് ഓക്സിജൻ. ദെൻ അടുത്തയാള് ഓസോൺ ആണ്, ഓസോൺ. സോ ഇത്രയും ഓക്സിജൻ സ്പീഷീസ് ആണ് നമ്മൾ പറഞ്ഞ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസിൽ വരുന്നത്. ഇത് രണ്ടും ഫ്രീ റാഡിക്കൽസ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ചേർത്തത്. പക്ഷേ ദീസ് ആർ ഓൾ ആർ ഓക്സിഡൻസ്. ഇവയ്ക്കെല്ലാം ഈ റിയാക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ഇനി ഒരാൾ കൂടി എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓർഗാനിക് ഹൈഡ്രോപെറോക്സൈഡ്സ് കൂടി എഴുതാം. നമ്മൾ അതിനെ ROOH. സോ ഇത്രയാണ് നമുക്ക് ഓക്സിജൻ സ്പീഷീസിൽ പെടുത്താവുന്ന ഓക്സിഡൻസ് ആൻഡ് ഓൾസോ ഫ്രീ റാഡിക്കൽസ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് നൈട്രജൻ റിലേറ്റഡ് ആണ്. നൈട്രജൻ റിലേറ്റഡ് വിൽ ബി കോൾഡ് ആസ് റിയാക്റ്റീവ് നൈട്രജൻ സ്പീഷീസ്, RNS എന്ന് നമുക്ക് അവയെ വിളിക്കാം. അതിലേറ്റവും പ്രധാനി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ തന്നെയാണ് അതിലും പ്രധാനി. അതിന്റെ പേര് നൈട്രിക് ഓക്സൈഡ് ആണ്. നൈട്രിക് ഓക്സൈഡിന് വേറെ പേര് കൂടിയുണ്ട്, എൻഡോത്തീലിയൽ ഡിറൈവ്ഡ് റിലാക്സിംഗ് ഫാക്ടർ എന്നാണ് പഴയ പേര്. ദെൻ അടുത്തത്, സോ ഇതാണ് ഒന്ന്. രണ്ടാമത്തെ ആള് ONO, പെറോക്സിനൈട്രേറ്റ്. സോ ദിസ് ഇസ് പെറോക്സിനൈട്രൈറ്റ് ആണ്. ദെൻ ഇത് 2 ഫ്രീ റാഡിക്കൽസ് ആണ്. ഇനി ദിസ് പെറോക്സിനൈട്രസ് ആസിഡ് ഉണ്ട്. നൈട്രസ് ആസിഡ് എന്ന് പറയുമ്പോൾ ON അവിടെ തന്നെ OOH ആക്കിയാൽ മതി. സോ ദിസ് ഇസ് മൂന്നാമത്താണ്. ഇനി നാലാമത്തത് നൈട്രജൻ ഡൈ ഓക്സൈഡ്. സോ ഇതെല്ലാമാണ് ഹാംഫുൾ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് ഓർ ടോക്സിക് കെമിക്കൽസ്. സോ ഇതിൽ ആരാണ് ഏറ്റവും അപകടകാരിയായത്, മോസ്റ്റ് ഡേഞ്ചറസ് വൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനാണ് ആ സംഭവം. അതിന്റെ പേര് ഹൈഡ്രോക്സിൽ റാഡിക്കൽ
ആരാണ്? OH ആണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ള മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾ. അപ്പോൾ നമുക്കിനി കാണേണ്ടത് എങ്ങനെയാണ് ശരീരത്തിൽ ഉണ്ടാകുന്നത്, ഫോം ചെയ്യുന്നത്, ഹൗ ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി. സോ ഇത് നമ്മുടെ ശരീരം ഒരു സഞ്ചരിക്കുന്ന രാസശാലയാണെന്ന് നമുക്കറിയാം. ഇവിടെ നടക്കുന്ന റിയാക്ഷൻസിൽ പലതും റിഡോക്സ് റിയാക്ഷൻസ് കൂടിയാണ്. സോ ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാം, 2 reasons or 2 ways. One is physiological process. സോ ഫിസിയോളജിക്കലി ഉണ്ടാകാം, നമ്മുടെ ശരീരത്തിലെ നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. അത് അത്യാവശ്യമായിട്ടുണ്ടാവുന്നതാണ്, അത്യന്താപേക്ഷിതമായിരിക്കും. രണ്ടാമത്തത് പത്തോളജിക്കലാണ്. പത്തോളജിക്കൽ ഏതെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുന്നതാണ്. സോ റിലേറ്റഡ് ടു ഡിസീസ് പ്രോസസ് ആൻഡ് ചിലപ്പോൾ എൻവയോൺമെന്റൽ ട്രിഗേഴ്സ്, നമ്മളുടെ ചുറ്റുപാടുകൾ പല കാര്യങ്ങളാൽ ട്രിഗർ ചെയ്തിട്ടും ഉണ്ടാകാനായിട്ട് പറ്റും. സോ നമുക്കിത് ഓരോന്നും ഫിസിയോളജിക്കൽ ഏതൊക്കെയാണ്, പത്തോളജിക്കൽ ഏതൊക്കെയാണ്, ഓരോന്നും നമുക്ക് നോക്കാം. സോ ആദ്യത്തെ ഫിസിയോളജിക്കൽ പ്രോസസ്സിലൊന്നാണ്, ആദ്യത്തേത് ശരീരത്തിലെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അതിനോടനുബന്ധിച്ച് നടക്കുന്നതാണ്. ETC നടക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. നമുക്കറിയാം മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിൻ്റെ അകത്താണ് നടക്കുക. ആൻഡ് ശരീരത്തിൽ നിന്ന് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അതർ സംഭവങ്ങളിൽ നിന്നൊക്കെ എനർജി ATP ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അതിന്റെ പ്രോസസ്സ് നമ്മൾ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്നാണ് നമ്മൾ അതിന് പറയാ. സോ ഇന്നർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിനിൽ നടക്കുകയാണ്. സോ അവിടെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കലാണ് ആത്യന്തികമായ ലക്ഷ്യം. സോ ശരീരത്തിൽ അത്യാവശ്യമുള്ള പ്രോസസ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യം ഇത് ചെയ്യുന്നത് ഓക്സിജൻ എടുക്കുക, ഓക്സിജനിനകത്തേക്ക് ഒരു ഇലക്ട്രോൺ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യാനായിട്ട് ആര് വേണം? സൈറ്റോക്രോം C എന്ന് പറയുന്ന ആൾക്കാർ, ഓർ കോംപ്ലക്സ് 4 എന്നും അതിന് പറയാറുണ്ട്, കോംപ്ലക്സ് 4. സോ ഇത് എന്തിനു വേണ്ടി ആഡ് ചെയ്യുന്നത്? ഇതെങ്ങനെ ആഡ് ചെയ്ത് 4 ഇലക്ട്രോൺ ഇങ്ങനെ ആഡ് ചെയ്യണം. ഇലക്ട്രോൺ 1, 2, 3, 4 ഇങ്ങനെ അവസാനം വെള്ളം ഉണ്ടാക്കുക. ഇതാണ് അതിന്റെ അത്യന്തികമായിട്ടുള്ള ഫൈനൽ പ്രൊഡക്റ്റ് ഉണ്ടാവുക. സോ ഫസ്റ്റ് ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ആദ്യത്തെ സംഭവം. കിട്ടുന്നതിനെ നമ്മൾ എന്താ വിളിക്കുക? സൂപ്പർ ഓക്സൈഡ് ഫ്രീ റാഡിക്കൽസ് ആണ് ഉണ്ടാവുക. സോ സൂപ്പർ ഓക്സൈഡ്, ഓക്സിജൻ മൈനസ് ഡോട്ട്. സോ സൂപ്പർ ഓക്സൈഡ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടായി. ആൻഡ് ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കൂടി ഇങ്ങോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ് ഹൈഡ്രജൻ പെർ ഓക്സൈഡ് H2O2 നമുക്ക് കിട്ടും. ആൻഡ് ഇതിലേക്ക് വീണ്ടും നമ്മളൊരു ഇലക്ട്രോൺ ആഡ് ചെയ്തല്ലോ, അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഹൈഡ്രോക്സിൽ അയോൺ. ഓക്കെ, OH മൈനസ് എന്ന് നമുക്ക് എഴുതാം, ഹൈഡ്രോക്സിൽ അയോൺ കിട്ടും. ഇനി ഇതിലേക്ക് നാലാമതൊരു ഇലക്ട്രോൺ കൂടി അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം നമ്മൾ പറഞ്ഞു 4 ഇലക്ട്രോൺ വെള്ളം. 1, 2, 3, 4. ഇതാണ് അതിന്റെ സ്റ്റെപ്പ്, നോർമൽ പ്രോസസ്. സോ എപ്പോഴെങ്കിലും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞാൽ, ഈ നാലാമത്തെ സ്റ്റെപ്പ് ഇവിടെ ഒന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഇത് കൂടുതലായിട്ടുണ്ടാകും. സോ ഇവിടെ എല്ലാം ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. സോ ഇത് അപ്പം ഓക്സിജൻ ഫുള്ളായിട്ട് വാട്ടർ ആവാതെ പാർഷ്യൽ റിഡക്ഷനെ ഇവിടെ നടക്കുന്നുള്ളൂ. അപ്പോഴാണ് ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് കൂടുതലായിട്ട് ഉണ്ടാവുക. ആൻഡ് ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ പറഞ്ഞു സൈറ്റോക്രോം C ആൻഡ് കോംപ്ലക്സ് 4 ആണെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇത് ചെയ്യുന്നത് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ്. സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്. അടുത്ത സ്റ്റെപ്പ് ഇത് ചെയ്യുന്നത് കാറ്റലൈസ് ആണ്. കാറ്റലൈസ് എന്ന് പറയുന്ന എൻസൈമാണ്. ആൻഡ് അവസാനത്തെ സ്റ്റെപ്പ് ഇവിടെ ഗ്ലൂട്ടത്തയോൺ ആണ്. ഗ്ലൂട്ടത്തയോൺ പെറോക്സിഡേസസ് എൻസൈം. പെറോക്സിഡേസസ് എൻസൈം ആണ് ഇത് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ പങ്ക് നമുക്ക് പിന്നീട് പറയാം. ഇതാണ് ഓക്സിജൻ ഫ്രീ റാഡിക്കൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഫിസിയോളജിക്കൽ, നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഇൻ ദ മൈറ്റോകോൺട്രിയോൺ. സോ രണ്ടാമത്തത്, അപ്പോൾ ഇത് ആദ്യത്തെയാണ്. രണ്ടാമത്തത് ആർജിനിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ്. ആർജിനിൻ നമ്മൾ ആർന്ന് എഴുതും. അമിനോ ആസിഡിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുന്നതാണ്. സോ നൈട്രിക് ഓക്സൈഡ് ആണ് ഉണ്ടാവുന്നത് ബൈ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈം വഴി ഉണ്ടാവുന്നതാണ്. സോ ഇതപ്പോൾ റിയാക്റ്റീവ് നൈട്രജൻ സ്പീഷീസിൽ വരുന്നതാണ്. ആൻഡ് മൂന്നാമത്തേത് ഡിഗ്രാനുലേഷൻ ഓഫ് പ്യൂരിൻസ്. പ്യൂരിൻസും പിരമിഡിൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സോ പ്യൂരിൻസിൽ നിന്നുണ്ടാവുന്നതാണ്. ശരീരത്തിലെ ഹൈപ്പോസാന്തിൻ. ഹൈപ്പോസാന്തിൻ എന്ന് പറയുന്നത് ഒരു പ്യൂരിനാണ്. അത് സാന്തിൻ ആക്കണം. സാന്തിൻ ആക്കാനായിട്ട് നമുക്ക് വേണ്ടത് സാന്തിൻ ഓക്സിഡേസസ് എന്ന് പറയുന്ന എൻസൈമാണ്. സോ സാന്തിൻ ഓക്സിഡേസസ്. സോ ഇതിന് നമുക്ക് സൈറ്റോക്രോം എൻസൈംസിന്റെ ഒക്കെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. സോ ഇത് ഒരു ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. സോ ഇത് മൂന്നും ഫിസിയോളജിക്കലാണ്. ഫിസിയോളജിക്കലി ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് ഇത് മൂന്നെണ്ണം. ഇനി നാലാമത്തെ വഴി, ഫോർത്ത് വഴി എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി പ്രോസസ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നതാണ്. ഇൻഫ്ലമേറ്ററി പ്രോസസ് വഴി ഉണ്ടാവുന്നതാണ്. സോ ദിസ് ഇസ് പാത്തോളജിക്കലാണ്, ഫിസിയോളജിക്കൽ അല്ല. പാത്തോളജിക്കലി ഇൻഡ്യൂസ്ഡ് ഫ്രീ റാഡിക്കൽ ജനറേഷൻ ആണ്, സിന്തസിസ് ആണ് ഇവിടെ നടക്കുക. ഉദാഹരണത്തിന് ഇതൊരു ബാക്ടീരിയ ആണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസം ആണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ശരീരത്തിനെ ആക്രമിക്കുന്നു എന്ന് കരുതുക. സോ നമ്മുടെ വെളുത്ത രക്താണുക്കൾ അടുത്തേക്ക് ചെല്ലുന്നു. ആൻഡ് ദിസ് വിൽ എൻഗൾഫ്, ഇതിനെ എൻഗൾഫ് ചെയ്യും. എൻഗൾഫ് ചെയ്യാനായിട്ട് എന്താ ഉപയോഗിക്കുക? അതിന് ഫാഗോലൈസോസോം ഉപയോഗിക്കും. എന്നിട്ട് അതിനെ കൊല്ലും. സോ ഓക്സിജൻ വെച്ചിട്ടാണ് അതിനെ കൊല്ലുക. ഓക്സിജൻ ഡിപ്പെൻഡന്റ് കില്ലിംഗ് എന്നാണ് അതിന് പറയുക. ആൻഡ് ദിസ് പ്രോസസ് ഓഫ് ഓക്സിജൻ ഡിപ്പെൻഡന്റ് കില്ലിംഗ്, അതിനെ നമ്മൾ വിളിക്കുക വളരെ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട വാക്കാണ്. ഓക്സിഡേറ്റീവ് ബേസ്റ്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ബേസ്റ്റ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സോ ഓക്സിജൻ ഡിപ്പെൻഡന്റ് കില്ലിംഗ്, ഓക്സിജൻ കൊല്ലാനായിട്ട് ഉപയോഗിക്കുകയാണ്. ആൻഡ് ഇതിനകത്ത് അത് വിടുന്ന ഫാഗോലൈസോസോമൽ എൻസൈംസ്, ലൈസോസോമൽ എൻസൈംസ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ടാണ് അതിനെ കൊല്ലുക. സോ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ WBC അതിനെ എൻസൈംസ്, ഫാഗോലൈസോസോമൽ എൻസൈംസ് ആക്ടിവേറ്റ് ചെയ്യുന്നത് NADPH ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യും. NADPH ഓക്സിഡേസ് എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ഇത് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അങ്ങ് എടുക്കും, പുറത്തേക്ക് എടുക്കും. ആൻഡ് അത് ഓക്സിജൻ, വെറുതെ ഇരിക്കുന്ന ഓക്സിജനെ പിടിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ ആക്കും. എന്താണ് ഓക്സിജനിൽ നിന്നുണ്ടാവുക? സൂപ്പർ ഓക്സൈഡ് ആനയോൺ ഉണ്ടാക്കും. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നടക്കുന്നത് NADPH ഓക്സിഡേസ് ആണ് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുക. ആൻഡ് ഈ സൂപ്പർ ഓക്സൈഡിനെ ഇനി എന്താക്കും? സൂപ്പർ ഓക്സൈഡിനെ ആക്കുന്നത് ഹൈഡ്രജൻ H2O2 ആക്കുക. അതാരാണ് ആക്കുന്നത്? അത് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് ആണ്, നമ്മൾ നേരത്തെ കണ്ട എൻസൈം തന്നെയാണ്. ആൻഡ് ദിസ് H2O2 അത് രണ്ട് രീതിയിൽ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ പല രീതിയിൽ പ്രവർത്തിക്കാം. ഒന്ന് മൈലോ പെറോക്സിഡേസ് MPO എന്ന് പറയുന്ന എൻസൈം വഴി അത് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാക്കാം. ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്ന ആസിഡ് ഉണ്ടാക്കും, HOCl ഉണ്ടാക്കും. ആൻഡ് ദിസ് മൈലോ പെറോക്സിഡേസ് എന്ന് പറയുന്ന എൻസൈം വഴി അതിന് കൊല്ലാനായിട്ട് സാധിക്കും. ആൻഡ് ദിസ് ഹൈപ്പോക്ലോറസ് ആസിഡിൽ നിന്ന് പിന്നെയും സാധനം ഉണ്ടാക്കാം. ഹൈപ്പോക്ലോറസ് ആസിഡിൽ നിന്ന് സിംഗ്ലറ്റ് ഓക്സിജൻ ഉണ്ടാക്കാം, സിംഗ്ലറ്റ് ഓക്സിജൻ പ്ലസ് ക്ലോറൈഡ് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കാം. ആൻഡ് ദിസ് പ്രോസസ് NADPH ഓക്സിഡേസ് വഴി H2O2 HOCl ഉണ്ടാകുന്നത് വഴി മൈലോ പെറോക്സിഡേസ് വഴി കൊല്ലുന്ന മെക്കാനിസത്തെയാണ് നമ്മൾ ഓക്സിഡേറ്റീവ് ബേസ്റ്റ് ഓർ റെസ്പിറേറ്ററി ബേസ്റ്റ് എന്ന് പറയാം. സോ ദിസ് ദ ഫോർത്ത് വേ ഓഫ് ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. ഇനി ഫാഗോസൈറ്റ്സിൽ നൈട്രിക് ഓക്സൈഡ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്, അവയ്ക്ക് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കാം. സോ ദിസ് ഫാഗോസൈറ്റ്സിൽ നിന്ന് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാക്കിയിട്ട് ഇതിനെ കൊല്ലാനായിട്ട് പറ്റും, മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ പറ്റും. ആൻഡ് ദിസ് നൈട്രിക് ഓക്സൈഡ്, ഇങ്ങനെ ഉണ്ടായിരുന്ന നൈട്രിക് ഓക്സൈഡ് ഇതുമായിട്ട് റിയാക്ട് ചെയ്യാം. ഏതാ? സൂപ്പർ ഓക്സൈഡ് ആനയോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് വേറെ സംഭവം ഉണ്ടാക്കാം. അതിന്റെ പേര് OONO, പെറോക്സിനൈട്രേറ്റ് ആണ്. പെറോക്സിനൈട്രേറ്റ് നമ്മൾ നേരത്തെ കണ്ടാണ്. ദിസ് ഈസ് ഓൾസോ എ ഫ്രീ റാഡിക്കൽ. ആൻഡ് ഇതിൽ നിന്ന് വേറെ സാധനം ഉണ്ടാക്കാം. അതുണ്ടാക്കുന്നത് നൈട്രജൻ ഡയോക്സൈഡ് ആണ്, NO2. നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാക്കാം. ഇവിടെ നിന്ന് ഓക്സിജൻ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഫൈനലായിട്ട് ഹൈഡ്രോക്സിൽ, അല്ലെ, അതും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഹൈഡ്രോക്സിൽ ഫ്രീ റാഡിക്കൽസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഹാംഫുൾ ആയിട്ടുള്ള പാത്തോജൻ ഓർ ബാക്ടീരിയ, കീടാണു ഒക്കെ കയറ്റി കഴിഞ്ഞാൽ ഓക്സിജൻ ഡിപെൻഡന്റ് ആൻഡ് അതർ വേസ് ഓഫ് കില്ലിംഗ് മൈക്രോ ഓർഗാനിസംസ് ആണ്. ഇതൊക്കെയാണ് നമ്മുടെ വെളുത്ത രക്താണുക്കൾ മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലുന്ന രീതികൾ. സോ ലാസ്റ്റ് പറഞ്ഞത് അഞ്ചാമത്താണ്. ഇനി ആറാമത്തെ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ് എന്ന് വെച്ചാൽ ഉദാഹരണം പ്രോസ്റ്റാഗ്ലാൻഡിൻസ് അല്ലെങ്കിൽ ലിപ്പോക്സിജനേസ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും കുറെ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട്, ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. സോ ദാറ്റ്സ് ഓൾസോ ഹാപ്പനിങ് ഇൻ ല്യൂക്കോസൈറ്റ്സിൽ അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ്സ്, അവയൊക്കെ ഇൻഫ്ലമേറ്ററി പ്രോസസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന. ഇനി ഏഴാമത്തെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്ന ഒരു വഴി എന്ന് വെച്ചാൽ ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ, ബ്ലഡ് സപ്ലൈ കുറയാന്ന് വെച്ചാൽ ഇഷ്കീമിക് സ്റ്റേറ്റ് ആണ്. അതിനുശേഷം ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ട് വീണ്ടും ബ്ലഡ് തിരിച്ചു വരും. അതിനെ നമ്മൾ റീപെർഫ്യൂഷൻ എന്നാണ് പറയാം. സോ ഇഷ്കീമിക് റീപെർഫ്യൂഷൻ ഇഞ്ചുറി എന്നാണ് പറയാം. സോ ടിഷ്യൂസിൽ ബ്ലഡ് സപ്ലൈ കുറയുമ്പോൾ അവിടെ മൈറ്റോകോൺട്രിയ ആക്ടിവേറ്റഡ് ആകും. സോ മൈറ്റോകോൺട്രിയ ആക്ടിവേറ്റഡ് ആകുമ്പോഴത്തേക്കും അവിടെ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ടാകും. സോ ഇങ്ങനെ ഉണ്ടായി നിൽക്കുകയാണ്. ഈ സമയത്താണ് റീപെർഫ്യൂഷൻ വരുന്നത്. റീപെർഫ്യൂഷൻ, വീണ്ടും ബ്ലഡ് വരികയാണ്. ബ്ലഡ് വരുമ്പോൾ അതിനകത്ത് ഓക്സിജൻ ധാരാളമാണ്. സോ ഓൾറെഡി ദിസ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ഉണ്ട്. അത് ബ്ലഡ് വരുമ്പോൾ ഈ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ട്. സോ ഉണ്ടായ ഫ്രീ റാഡിക്കൽസിൽ നിന്ന് കൂടുതൽ ഓക്സിജൻ റിയാക്ട് ചെയ്തിട്ട് വീണ്ടും കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നത് കൂടുതലായിട്ട് ഡാമേജ്, സോ ഇൻക്രീസ്ഡ് ഡാമേജ് ഉണ്ടാകും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റീപെർഫ്യൂഷൻ ഇഞ്ചുറി എന്ന് പറയും. പ്രശ്നം നമ്മൾ പറഞ്ഞത് ഇഷ്കീമിക് റീപെർഫ്യൂഷൻ ഇഞ്ചുറി. ആദ്യം ബ്ലഡ് സപ്ലൈ കുറയും, അപ്പോഴത്തേക്കും ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. ദെൻ ബ്ലഡ് അവിടെ വരും, അപ്പോഴത്തേക്കും ഓക്സിജൻ ഉണ്ടാകും, അപ്പോൾ അവിടെ ഇഞ്ചുറി ഉണ്ടാകും. ഇനി എട്ടാമത്തെ ഏത് മെക്കാനിസം നമുക്ക് പറയാനുള്ളത്? ഹൈലി അയണൈസിങ് റേഡിയേഷൻസ്. ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്? എക്സ്റേ ഉണ്ട്, UV റേസ്. സോ ഇത് നമ്മുടെ സെല്ലിലേക്ക് അടിക്കുമ്പോഴത്തേക്കും സെല്ലിനകത്ത് വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ വാട്ടറുമായിട്ട് പ്രവർത്തിച്ചിട്ട് അതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഫ്രീ റാഡിക്കൽസ്, ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് പോലെയുള്ളവ ഉണ്ടാകുന്നതാണ് ഒരു മെക്കാനിസം. ഒമ്പതാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് മരുന്നുകൾ, ഡ്രഗ്സ്, കെമിക്കൽസ് ഓർ എൻവയോൺമെന്റൽ ടോക്സിൻ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ഉദാഹരണം പാരസെറ്റമോൾ ആകാം, കാർബൺ ടെട്രാക്ലോറൈഡ്, ലിവർ ഇഞ്ചുറി ഒക്കെ ഉണ്ടാക്കുന്ന സാധനം. ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ സൈറ്റോക്രോം സിസ്റ്റം, ഓക്സിഡേറ്റീവ് സിസ്റ്റം
സിസ്റ്റംസ് ആണ്. അവയിൽ പ്രവർത്തിച്ചിട്ട് കൂടുതലായിട്ട് ഫ്രീ റാഡിക്കൽസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ് കെമിക്കൽസ്. ദെൻ 10ാമത്തെ നമുക്ക് പറയാനുള്ളത് മദ്യം, ആൽക്കഹോൾ അല്ലെങ്കിൽ പുകവലി, സ്മോക്കിംഗ് ഇതെല്ലാം പലവിധ ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ട്രിഗർ ചെയ്യുന്നതാണ്. സോ ഇത് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇതും കൂടി ഉണ്ടെങ്കിൽ അത് ട്രിഗർ ചെയ്യുകയും കൂടുതലായിട്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുകയും ചെയ്യും. ഇനി അമിതമായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് കൂടുതലാകും, ഓക്സിഡേറ്റ് ETC ഒക്കെ കൂടുതൽ നടക്കും. ദെൻ അമിതമായിട്ട് എക്സസൈസോ ഓവർ ഫുഡ് ആയാലും ഓവർ എക്സസൈസ് ആയാലും ദിസ് ക്യാൻ കോസ് ഫ്രീ റാഡിക്കൽസ് ഓർ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ ശരീരത്തിൽ ഉണ്ടാക്കാം. ഇനി ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ കൂടി ഉണ്ട്, ഇനി എനിക്ക് പറയാനുണ്ട്. സോ അത് രണ്ടും ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി ഉണ്ടായി. ആദ്യം ഒരു ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം ആ ഫ്രീ റാഡിക്കൽസ്, ഇപ്പൊ ഇത് ഫ്രീ റാഡിക്കൽസ് ആണെന്ന് നോക്കി, അത് മറ്റുള്ളവയെ ആക്രമിച്ചിട്ട് വീണ്ടും കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്ന കണ്ടീഷൻസ് ആണ് ഞാൻ 2 പറയാനുള്ളത്. ഓക്കെ, സോ അപ്പോൾ അത് ഫ്രീ റാഡിക്കൽസ് ഉണ്ടായതിനു ശേഷമുള്ള എഫക്റ്റിലും നമുക്ക് പറയാം. സോ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ദ ഫ്രീ റാഡിക്കൽ ഇഞ്ചുറിയിലും നമുക്ക് പറയാം. ഫ്രീ റാഡിക്കൽസ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതുകൊണ്ട് രണ്ടും കൂടി ചേർത്തിട്ട് നമുക്ക് പറയാം. സോ അത് നമുക്ക് പറയാനുള്ളത് 1 ഈസ് ലിപിഡ് പെറോക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പഠിക്കാം. ദെൻ ഫ്രീ റാഡിക്കൽസ് ഫ്രം ദ ഓക്സിഡേഷൻ ഓഫ് മെറ്റൽ ഓക്സിഡേഷൻ വഴിയും നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. സോ 11ാമത്തെ മെക്കാനിസം അപ്പോൾ ലിപിഡ് പെറോക്സിഡേഷൻ ആണ്. ലിപിഡ് പെറോക്സിഡേഷനെ കുറിച്ചിട്ടാണ് പറയാം. സോ ലിപിഡ് പെറോക്സിഡേഷൻ ആദ്യം ഒരു ഫ്രീ റാഡിക്കൽസ് ഉണ്ടായി, അതിനുശേഷം ഉണ്ടാകുന്ന നമ്മൾ പറഞ്ഞു. അതിനുശേഷം കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. സോ ഇത് 3 സ്റ്റെപ്പായിട്ടാണ് നടക്കുക. 1 ഈസ് തുടക്കം, ഇനീഷിയേഷൻ ആണ്, ആദ്യം തുടങ്ങുന്നു. ദെൻ അത് ഇലോങ്ങേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്കതിനെ പ്രൊപ്പഗേഷൻ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറയാം. ആൻഡ് 3ാമത് അത് നിൽക്കുന്ന കണ്ടീഷനാണ് ടെർമിനേഷൻ എന്ന് പറയാം. സോ ഈ ലിപ്പിഡ് എന്ന് പറയുന്നത് നമ്മളെന്താ, ലിപ്പിഡ് എന്ന് പറയുന്നത് നമ്മുടെ സെൽ മെംബ്രെയിൻ. ഇത് നമ്മുടെ സെൽ മെംബ്രെയിൻ ആണെങ്കിൽ സെൽ മെംബ്രെയിൻ ഇസ് എ ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ എന്നാണ് നമ്മൾ പറയുക അല്ലെ. സെൽ മെംബ്രെയിൻ നമ്മൾ എങ്ങനെ വരയ്ക്കുക, അതാ ഇങ്ങനെ സെൽ മെംബ്രെയിൻ ഈസി ആയിട്ട് വേഗം വരയ്ക്കാം. ഈ സെൽ മെംബ്രെയിൻ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക, സെൽ മെംബ്രെയിൻ വരയ്ക്കുക ഇങ്ങനെയാണ്. സോ വാട്ട് ഈസ് ദിസ്, ഇത് ഫോസ്ഫോലിപ്പിഡ് ആണ്. ഫോസ്ഫോലിപ്പിഡ് എന്ന് പറയുമ്പോൾ ഇത് ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ഗ്ലിസറോൾ. സോ ഫോസ്ഫേറ്റഡ് ഗ്ലിസറോൾ ആണത്. ആൻഡ് ദിസ് ഈസ് ഈ ഫാറ്റി ആസിഡ് ആണ്. ഇവിടെ ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. സോ ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി സാച്ചുറേറ്റഡ് ഓർ ഇറ്റ് ക്യാൻ ബി അൺസാച്ചുറേറ്റഡ്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ മോണോ അൺസാച്ചുറേറ്റഡ് ഉണ്ട്, അല്ലെങ്കിൽ പോളി അൺസാച്ചുറേറ്റഡ് ഉണ്ട്. ഇപ്പോൾ ഒലീക് ആസിഡ് മോണോ അൺസാച്ചുറേറ്റഡ് ആണ്. വെളിച്ചെണ്ണയിൽ സ്റ്റിയറിക് ആസിഡ് സാച്ചുറേറ്റഡ് ആണ്. ദെൻ കണ്ടെയ്ൻസ് എ ലോട്ട് ഓഫ് പോളി അൺസാച്ചുറേറ്റഡ്. ഓക്കെ, നമ്മുടെ പ്രശ്നം റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് ആണ്. സോ ഇത് വന്നിട്ട് ഈ സെൽ മെംബ്രെയിനിലെ ഈ ഫാറ്റി ആസിഡ് ഇവിടെയാണ് അറ്റാക്ക് നടത്തുക. അപ്പൊ എവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നത് വെച്ചാൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് പുഫയിലാണ് അറ്റാക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് പുഫയിൽ ഇത് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന വയ്ക്കുക. ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. ആൻഡ് ദിസ് ആർ, ഇത് വീണ്ടും ഓക്സിജനായിട്ട് ചേർന്നിട്ട് ലിപിഡ് പെറോക്സൈഡ് എന്ന് പറയുന്ന ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. അതിനെ നമ്മൾ ROO എന്ന് എഴുതാം. ആൻഡ് ഇനി മറ്റൊരു പുഫ, ഇത് വേണമെങ്കിൽ പോയിട്ട് വേറൊരു പുഫയിൽ റിയാക്ട് ചെയ്യാം. ദിസ് ക്യാൻ ആക്ട് ഓൺ വേറൊരു പുഫ എന്ന് പറയുമ്പോൾ നമുക്ക് RH എന്ന് എഴുതുകയാണെങ്കിൽ, ആൻഡ് ലിപിഡ് പെറോക്സിഡേഷൻ ദാറ്റ് മീൻസ് ROOH, ലിപിഡ് പെറോക്സൈഡ് ഉണ്ടാകാം പ്ലസ് അഡീഷൻ R+. സോ നോക്കുക, ഇവിടെ ഒരെണ്ണത്തിൽ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഇവിടെ റിയാക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങനെ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. ദിസ് ഈസ് ഇനീഷിയേഷൻ, തുടക്കമായിരുന്നെങ്കിൽ ഇത് വീണ്ടും ഇലോങ്ങേഷൻ ഓർ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പാണ് നടന്നുകൊണ്ടിരിക്കുക. ഇനി ഇത് അവസാനിക്കണമെങ്കിൽ ഒരു ROO വീണ്ടും ഒരു ROO ഫ്രീ റാഡിക്കൽസ് ചേർന്ന് കഴിഞ്ഞാൽ ROOR ഉണ്ടാകാം പ്ലസ് ഓക്സിജൻ. എങ്ങനെയാണ് അവസാനിക്കുക, ഫൈനൽ സ്റ്റെപ്പ് ഓർ ടെർമിനേഷൻ. നമുക്ക് അറിയേണ്ട ഇത്രയേ ഉള്ളൂ. ഒരു ഫ്രീ റാഡിക്കൽ വന്ന് ഇതിനെ പുഫ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാക്കും. അണ്ടിൽ ആ പുഫയിലുള്ള ഇവിടെയുള്ള ഡബിൾ ബോണ്ടുകളൊക്കെ തീരുന്നത് വരെ അറ്റാക്ക് നടന്നുകൊണ്ടേയിരിക്കും. ആൻഡ് ദിസ് ക്യാൻ പ്രൊഡ്യൂസ് മോർ ആൻഡ് മോർ ഫ്രീ റാഡിക്കൽസ്. ഇതാകാം അല്ലെങ്കിൽ ഇതാകാം, അങ്ങനെ പലവിധ തരത്തിലുള്ള ഫ്രീ റാഡിക്കൽസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കാം. ദിസ് ക്യാൻ കോസ് ഡാമേജ് ടു സെൽ മെംബ്രെയിൻ അല്ലേ. നമ്മുടെ ഒരു സെൽ ഇതാണെങ്കിൽ സെൽ മെംബ്രെയിൻ നകർന്നു കഴിഞ്ഞാൽ നശിക്കും, ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും സെൽ മെംബ്രെയിൻ ഉണ്ടാക്കാനായിട്ട് ഈ പോളി അൺസാച്ചുറേറ്റഡ് ഇങ്ങനെയുള്ളതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാവും എന്ന് പറയാൻ അതുകൊണ്ടാണ് നമ്മുടെ ഒരു കാരണം. ഇനി ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്ന അടുത്ത മെത്തേഡ് 12ാമത്തെ മെക്കാനിസം എന്ന് പറയുന്നത് ആക്ഷൻ ഓൺ മെറ്റൽസ് ആണ്. ഓട്ടോ ഓക്സിഡേഷൻ ഓഫ് മെറ്റൽസ് ഏതാ നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട അയൺ ഉണ്ട്, ദെൻ കോപ്പർ പോലെയുള്ള മെറ്റൽസ്, ഇവ ഓക്സിഡൈസ് ചെയ്യും. സോ ഇത് വേഗത്തിൽ പോയി അതുമായിട്ട് കമ്പൈൻ ചെയ്യും, റിയാക്റ്റീവ് സ്പീഷീസുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ നമ്മുടെ ശരീരത്തിൽ അയൺ കോപ്പർ ഒക്കെ അതുകൊണ്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഇപ്പൊ അയൺ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. കോപ്പർ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമുക്ക്
നമുക്ക് സെറുലോപ്ലാസ്മിൻ എന്ന് പറയുന്ന സംഭവമൊക്കെ അല്ല, ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പ്രത്യേകമായിട്ട് വെച്ചിരിക്കണം എന്താ വെച്ചാൽ, അല്ലെങ്കിൽ ഇവര് പോയി റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസുമായിട്ട് കമ്പൈൻ ചെയ്യാൻ പ്രശ്നം ഉണ്ടാകും. ഉദാഹരണത്തിന് അയേൺ, ഫെറസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫെറസ് ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് ചേർത്ത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ Fe3+ ഫെറിക് പ്ലസ് ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് ആണ് ഉണ്ടാവുക. ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഭയങ്കര പ്രശ്നമാണ്. ആൻഡ് ദിസ് റിയാക്ഷൻ ഇസ് കോൾഡ് ആസ് ഫെന്റോൺ റിയാക്ഷൻ എന്നാണ് ഇതിന് നമ്മൾ വിളിക്കുക. സോ ഫെന്റോൺ റിയാക്ഷൻ വഴി ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് ഉണ്ടായി കഴിഞ്ഞാൽ ദിസ് എ ഫ്രീ റാഡിക്കൽ ആണ്. ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് പ്രോബ്ലംസ് ഉണ്ടാക്കാം. ദെൻ ഈ ഫെറിക്കിന് വീണ്ടും എളുപ്പത്തിൽ ഫെറസ് ആവാൻ പറ്റും. സോ വീണ്ടും H2 ആയിട്ട്. സോ ഇത് റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യാം. അത് ഭയങ്കര ഡാമേജിങ് ആയിരിക്കും. ഉദാഹരണം ഹീമോക്രോമറ്റോസിസ് പോലെയുള്ള രോഗങ്ങൾ അയൺ കൂടുതലുള്ള ആൾക്കാരിൽ, അല്ലെങ്കിൽ വിൽസൺസ് ഡിസീസ് കോപ്പർ കൂടുതൽ ഉള്ള ആൾക്കാരിലെല്ലാം ഈ റിയാക്ഷൻസ് കൂടുതലായിട്ട് നടന്നിട്ട് ലിവർ സിറോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. സോ ഇത്രയാണ് മെക്കാനിസംസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഫ്രീ റാഡിക്കൽസ്. സോ അപ്പോൾ ഇനി നമുക്ക് ഫ്രീ റാഡിക്കൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയണം, ഏതെല്ലാം അസുഖങ്ങളാണെന്നുള്ള കാര്യം പറയണം, വാട്ട് ആർ ആന്റി ഓക്സിഡൻസ്, അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് പറയാം. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.